അറിയാവോ? ഞാനാ ഓടിക്കാൻ പോന്നെ. അതെ, ഞാനാ ഓടിക്കാൻ പോന്നെ. അപ്പൊ എല്ലാരും അപ്പുറത്തെ വണ്ടി കയറും. നമ്മുടെ കൂടെ ആരുമില്ല വരാനായിട്ട്. ആരുമില്ലേ? മക്കളെല്ലാരും അവിടെ. എല്ലാരും അടങ്ങിയിരിക്കണം കേട്ടോ. ഓക്കെ, എസ്തൽ അടങ്ങിയിരിക്കും. എസ്തൽ നോ റെസ്പോൺസ്. ആഞ്ചല ഓക്കെ അല്ലേ? ഒരു വീക്കെൻഡിൽ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒത്തുകൂടിയ ഒരു ദിവസമായിരുന്നു. കുറേ പ്ലാനിങ്ങിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഒത്തുകൂടാൻ പറ്റിയത്. ചാച്ചനും ആൻറ്റിയും നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് പോയി കണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് അവരെ പോയി ഒന്ന് കാണാനൊന്നും പറ്റിയില്ല. ശനിയാഴ്ച വൈകുന്നേരം കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ കിടന്നുറങ്ങാനായിട്ട് കുറേ ലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ എല്ലാവരും എഴുന്നേറ്റത് വളരെ ലേറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയി. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പിള്ളേർ കുറേ സമയം അവിടെ കളിച്ചു. ഞങ്ങൾ വീണ്ടും കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് സമയം നമ്മൾ വീട്ടിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം പള്ളിയിൽ പോകാനായിരുന്നു പ്ലാന്. എല്ലാവരും റെഡിയായി. ഞങ്ങൾ നേരെ പോയത് നോക്ക് ഷ്രൈനിലാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 45 മിനിറ്റ് ആണ് പള്ളിയിലോട്ട്. പോകുന്ന വഴിക്ക് പിള്ളേർക്ക് ലഞ്ചൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോയി. 3 മണിക്കത്തെ മാസ് അറ്റൻഡ് ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇനിഷ്യലി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് റഷ് ചെയ്യേണ്ടി വന്നു. വേറൊന്നുമല്ല, കസിൻസ് എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയപ്പോൾ അവർക്ക് ഒരു കാറിൽ വന്നാൽ മതി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാർ സീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റേണ്ടി വന്നു. പറഞ്ഞ കേട്ടില്ല, ഞാൻ അങ്ങ് പോരുവാ. അപ്പൊ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് വരാം കേട്ടോ. നിങ്ങൾ പോകുന്നതിന് മുന്നേ അയ്യോടാ ചിരിയോ. എത്ര വയസ്സായി? ബർത്ത്ഡേക്ക് ഞങ്ങളെ വിളിക്കും. എത്ര വയസ്സായി എസ്റ്റലിന്? ഇത്ര